ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ആലിയ കട്ട് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ മെറ്റീരിയൽ മടക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വേണ്ട മാത്രമാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് ഞാൻ പിന്നീട് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കഴുത്തകലം ഞാൻ എടുക്കുന്നത് 2.25 കേട്ടോ. 2.25 കഴുത്തകലം എടുത്തു. അവിടുന്ന് ഒരു 3 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടത്. ടോട്ടൽ ഏകദേശം ഒരു 5.25 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി നമുക്ക് അവിടുന്ന് താഴത്തേക്ക് ആം ഹോളും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നതാണ് കേട്ടോ. ആം ഹോള് എടുക്കുന്നത് 5 ഇഞ്ചാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് 8 ഇഞ്ചാണ്. ടോട്ടൽ 32 വരുന്നത്. അപ്പോൾ 8 ഇഞ്ച് ചെസ്റ്റ് അളവ് വന്നു. ഇനി നമുക്ക് ഇങ്ങനെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആം ഹോൾ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. 14 ഇഞ്ച് എടുക്കാം. നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇവിടുത്തെ വീതി എടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പിന് 2 ഇഞ്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്രോസിലൊരു കട്ടിങ് വരുന്നുണ്ടല്ലോ, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കിപ്പോൾ എത്ര വേണമെങ്കിൽ എടുക്കാം. 4.5 എടുക്കുന്നുണ്ട്, 4.5 എടുക്കാം. 4.5 എടുക്കുമ്പോൾ കുറച്ച് കയറി നിൽക്കും. 4 വേണമെങ്കിൽ എടുക്കുക. ഞാൻ എടുക്കുന്നത് ഒരു 3.5 എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല തോന്നിട്ട് ഒരു 3.5 എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ 3.5 ഇവിടത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചില്ലേ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനേക്കാളും കുറച്ച് താത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്ക് തയ്യൽ തുമ്പ് ഇത്ര പോലെ കിട്ടണമെങ്കിൽ കുറച്ച് അടിക്കാൻ തയ്യൽ തുമ്പ് വേണ്ടി, അതുകൊണ്ടാണ് കുറച്ചധികം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 1/2 ഇഞ്ചോ ഒരു 3/4 ഇഞ്ചോ മതി ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേ ഒരു ഇത് തന്നെയാണ് ഞാൻ താഴത്തേക്കും എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതി കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം. ഞാൻ വേറൊരു ആലിയ കട്ടിൻ്റെ മോഡൽ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ ആ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ലെങ്ത്ത് നോക്കാം. നമുക്കിത് ലൈനിങ് പീസാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 44 ഇഞ്ചോളം ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ 2.25 മീറ്റർ ലൈനിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്ലീവിനോ കാര്യങ്ങൾക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ടോപ്പിന് വെക്കുന്നതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അവർ തന്നിട്ടുള്ള ഇറക്കം 41 ഇഞ്ചാണ് കേട്ടോ, ഫുൾ ലെങ്ത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ ക്ലോത്തിന് 41 വെക്കും. നമ്മളെ ലൈനിങ്ങിന് ഒരു 39 മതിയാവും കേട്ടോ. 39 വരെ എടുത്താലും പ്രശ്നമില്ല, തയ്യൽ തുമ്പിലൊക്കെ പോവും, മടക്കി അടിക്കണമല്ലോ. ഞാനിവിടെ 39 എടുക്കുന്നില്ലോ, 39 മതി. എന്നിട്ട് നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അങ്ങോളം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത് മൊത്തത്തിൽ ഫ്രണ്ട് പീസ് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിങ്ങനെ ചെറിയ ഇങ്ങനെ ഫ്രില്ലിട്ടിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏലൈൻ ഡ്രസ്സിന് അതുപോലെ അമ്പർലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതായത് ആ ഒരു സൈഡ് ഇങ്ങനെ താണു നിൽക്കുന്ന പോലെ ഒരു ബോറായിട്ടുണ്ടാവും, തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ 2 സൈഡ് ഇതുപോലെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ ഏലൈൻ ടോപ്പിന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അത് കണക്കാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പീസ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആം ഹോളും ഇതൊക്കെ മാർക്ക് ചെയ്ത് നമുക്കിത് വേസ്റ്റ് വരെയുള്ള അളവാണ്, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് മാറ്റി കൊടുക്കാം. ഇനി അവിടുന്ന് താഴത്തോട്ടേക്ക് നമുക്ക് ഒരു ഏലൈൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. താഴത്ത് അതിനൊക്കെ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് മാർക്ക് ചെയ്യാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ ഞാൻ ഇതുപോലത്തെ ഒരു പീസാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ ഇതിൽ മിറർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് ഫ്രണ്ട് വശത്തേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ വരുന്ന ഒരു പാർട്ടാണിത്. അപ്പോൾ താഴത്തേക്ക് നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് കട്ട് ചെയ്തില്ലേ, ഇതേ അളവിൽ വെച്ചിട്ട് ലെങ്ത്ത് കുറച്ചും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചിട്ട് ലെങ്ത്ത് മാത്രം കുറച്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ഫ്രണ്ടിൽ ഞാൻ മിറർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ലെങ്ത്ത് എടുത്തിട്ടുള്ള 5.5 ഒരു സൈഡ് കഴുത്തിൻ്റെ അകലം 2.25 കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം വരച്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഫ്രണ്ട് വശത്തോട് ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ സെൻറ്ററിലേക്ക് കൂടി സ്റ്റിച്ച് കൊടുക്കാം. ഇത് ഞാൻ നേരെ ഇങ്ങനെ തിരിച്ചിട്ട് വന്ന് അപ്പോൾ ആ വരച്ചത് ജസ്റ്റ് ഒന്ന് ചോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ വരച്ചയിലേ കൂടിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ സിംഗിൾ ഫൂട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു വരച്ചയിലേ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കട്ട് ചെയ്ത് കളയുന്നതിന് മുൻപ് നമുക്കിതുപോലെ ഒന്ന് ലൈനിങ് പീസൊന്നും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നോക്കാം, കറക്റ്റായിട്ട് വന്നിട്ടില്ലേന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ടൊന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ 2 സ്റ്റിച്ച്, ഒരു സ്റ്റിച്ചും കൂടി ഇടുന്നുണ്ടെങ്കിൽ ഇടാം, അത് ഒരാളുടെ രീതിയാണ്. ഞാൻ 2 സ്റ്റിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ചും കൂടി എടുത്ത് ഇത് നമുക്കൊരു 1/4 ഇഞ്ച് പിടിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാനത് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ ഈ ഷോൾഡറും ആം ഹോളും താഴത്തേക്കൊക്കെ ടച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് സെൻറ്ററിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ആ സെൻറ്ററും അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഒരു മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടുന്നേ തുടങ്ങുന്നില്ല, കാരണം കുറച്ച് മതി, നമുക്ക് കുറച്ച് വിട്ടിട്ടാണ് തുടങ്ങുന്നത്. കുറച്ച് ഇത്ര പോലെ സ്ട്രെയിറ്റ് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ഫ്രില്ലിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഈ ജോയിൻറ്റ് വരുന്നിടത്തും ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ കട്ട് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചാദ്യം സ്ട്രെയിറ്റ് ആയിട്ട് തുടങ്ങുക, എന്നിട്ട് ഫ്രില്ലിട്ട് എടുക്കുക. ഇങ്ങനെ ഫ്രില്ലിട്ട് വരേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് വെക്കുന്ന തുണി ഒന്ന് ഫ്രില്ലിട്ട് എടുക്കാനുണ്ട്. ഇത് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം കുറച്ചിങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതാ ചെറിയ ഫ്രില്ലിട്ട് എടുക്കുക. അതായത് ഇവിടെ ഒരു കട്ടില്ലേ, ഇതേപോലെ ഇവിടെ ഒരു കട്ടുണ്ട്, ഇത് ഇത്ര പോലെയാണ്. ഇത് ഈ ഒരു വശത്ത് ഫ്രില്ലിടാൻ ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കാം. പിന്നെ ഇവിടുന്ന് ഇവിടം വരെ അടുത്തൊരു കട്ടുണ്ടാവും, അടുത്തൊരു കട്ടുണ്ട്, ഇവിടുന്ന് ഇവിടം വരെ ഇത്ര പോലെ ഫ്രില്ലിട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് അടുത്ത കട്ട് വരെ ആകുമ്പോൾ ഇവിടെ ഒരു കട്ട് കണ്ടോ, അത് ഇത്ര പോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കാം. പിന്നെ ഇത്ര പോലെ ബാലൻസ് ഉണ്ട്. പിന്നെ ഫ്രില്ലിട്ട് ലാസ്റ്റ് സെറ്റാക്കി കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ലൈനിങ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് അതുപോലെ അങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരറ്റത്ത് നേരത്തെ മാർക്ക് ചെയ്ത കണക്ക് തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാം. ലൈനിങ് അത്ര ഫിനിഷിങ്ങിൽ കിട്ടിയെങ്കിൽ പ്രശ്നമില്ല, കുറച്ച് ഫ്രില്ലൊക്കെ കുറവാണെങ്കിൽ പ്രശ്നമില്ല, ലൈനിങ്ങിന് വീതി കുറവാണല്ലോ. അപ്പോൾ ഇത് നല്ല കറക്റ്റ്, ഫ്രണ്ടത്ത് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, ഉള്ളത്തത് എങ്ങനെയായാലും പ്രശ്നമില്ല. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബാക്കത്ത് നല്ല വശം ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടത്ത് നല്ല വശവും ബാക്കത്ത് നല്ല വശവും കൂട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് വശത്തെ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ 2 സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗം നല്ല വശം ഒരുമിച്ചാണ് വെക്കേണ്ടത്. എന്നിട്ട് ലൈനിങ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇവിടെ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം. ലെങ്ത്തിന് വെച്ച് 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടത്തേക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണ് വരുന്നത്, കറക്റ്റ് 8 വരുന്നത്, ആ ഒരു 8 മാർക്ക് ചെയ്തും അവിടുന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. ഞാൻ 3 ഇഞ്ചിന് ഈ ഒരു ഇതിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടുന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു, ഈ ഒരു പോയിന്റിലേക്ക് യോജിപ്പിച്ചു. ഇനി ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. അതുപോലെ താഴെ അടിവശത്തെ കൈവണ്ണം എത്രയാണെന്ന് നോക്കാം. അതിൻ്റെ വെച്ചാൽ തയ്യൽത്തുമ്പിൽ 1.5 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. ഇങ്ങനെയാണ് സ്ലീവ് മാർക്ക് ചെയ്ത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശം ഞാൻ ഇതുപോലത്തെ ഒരു 2.5 ഇഞ്ച് വീതിക്കുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ മോശം വശത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. മോശം വശത്ത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്, നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് മോശം വശം. ഇപ്പോൾ ഇത് ജോർജറ്റ് മെറ്റീരിയൽ അതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് മനസ്സിലാവില്ല. മറ്റേ നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ചീത്ത വശത്ത് ഇതിനോട് ചേർന്നിട്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മോശം വശമായിരുന്നു, പതിച്ചത് ഇതുപോലെ ഇതിന് മുകളിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ നല്ല വശമാണ്, ഇതുപോലെ ഇങ്ങനെ നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മീത്ത് ആദ്യമേ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇത്ര പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിലേ ഇങ്ങനെ വെച്ചിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്തെ ആദ്യം ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലേ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാൻ അത് ഈ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ മടക്കിയിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ആദ്യം ആ സ്റ്റിച്ചിന് മീത്തിൽ തന്നെ ഒരു സ്റ്റിച്ച് എടുത്ത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേ സ്ലീവും കൂടി ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവ് നമുക്ക് ഷോൾഡറിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല.
ഞാൻ 2 സൈഡും തമ്മിൽ ജോയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെയാണ് ജോയിൻ ചെയ്ത്. അതിന് ശേഷം നമുക്ക് ഈ ലൈനിങ് പീസ് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഈ 2 ജോർജറ്റിൻ്റെ തുണി, അപ്പോൾ എവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് അവിടുന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ജോർജറ്റിൻ്റെ തുണി. അതിന് ശേഷം ജോർജറ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് നീക്കി കൊടുത്തതിന് ശേഷം ലൈനിങ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ലൈനിങ് പീസും വേറെ ടച്ചാക്കി കിടക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, രണ്ടും പിടിച്ചിട്ട് ഒറ്റ സ്റ്റിച്ച്, അതായത് ലൈനിങ് നല്ല തുണി വെച്ച് ഇതേപോലെ താഴത്തോളം സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടി എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ താഴത്തേക്ക് പോയാൽ മതി. ലൈനിങ്ങും നല്ല തുണി വെച്ചിട്ട് താഴത്തോളം പോയിട്ട് ഇതിൻ്റെ അടിവശം, രണ്ടിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തോ ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു മോഡലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ വേറൊരു മോഡൽ അലിയക്കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, മുന്നേ ഇട്ടതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. താങ്ക്